ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഷോ പീസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം നമ്മുടെ ഒരു താറാവിൻ്റെ മോഡലിലുള്ളൊരു അടിപൊളി ഷോ പീസാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പേപ്പറിൽ ഒരു ഷോ പീസിൻ്റെ മോഡലിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡ് ഉള്ള പേപ്പറെല്ലാം കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് വേണ്ട കനത്തിനുള്ള 2 തെർമോകോൾ ഷീറ്റാണ്. അപ്പം 3/4 ഇഞ്ചിലുള്ള ഒരു തെർമോകോൾ ഷീറ്റായിരുന്നാലും മതിയാകും. ഇനി അതിൽ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ വരച്ചെടുത്ത ആ ഷോ പീസിൻ്റെ ആ ബാക്കി ഭാഗം നമുക്ക് ആ തെർമോകോൾ ഷീറ്റിലോട്ട് വരച്ച് ചേർക്കാം. അപ്പോൾ അതിലൊരു തെർമോകോളിൻ്റെ ഷീറ്റിൽ വരച്ച് ചേർത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ എടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ വരച്ചെടുത്ത ഭാഗം അതിൻ്റെ അകത്തെ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ചെറിയൊരു പീസും കൂടെ ഉണ്ട്, അതിനെ കട്ട് ചെയ്ത് നമുക്ക് ആ ചെറിയൊരു പീസ് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നീ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഉപയോഗിച്ച് നമുക്ക് ആ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ വലിയ പീസും ചെറിയ പീസും വെച്ചിട്ട് അതിനകത്ത് തന്നെ ആ ചെറിയ പീസ് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വയ്ക്കാൻ വേണ്ടി മറ്റൊരു തെർമോകോളിൻ്റെ ഷീറ്റ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് 2 തെർമോകോളിൻ്റെ ഷീറ്റ് വേണമെന്നില്ല, നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് ആയിരുന്നാലും മതിയാകും, പേസ്പോർഡ് ആയിരുന്നാലും മതിയാകും. അപ്പോൾ എല്ലാം നമ്മൾ കറക്റ്റ് അടിയിൽ വെച്ചേക്കുന്ന തെർമോകോളിലോട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഷേപ്പിലുള്ളത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക്, ഒരുപാട് കട്ടിയാവേണ്ട ഒരുപാട് ലൂസ് ആവേണ്ട ആ രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഹോളിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് കൊള്ളണ രീതിയിൽ ഒരു കമ്പി വളച്ചെടുക്കുക. എന്നിട്ട് ആ കമ്പി അതിനകത്തോട്ട് കറക്റ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു നൈസ് കമ്പി മതിയാകും. അതിൽ കമ്പിയും കൂടെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വരത്തക്ക രീതിയിൽ കമ്പി ഇറക്കി വെച്ചിട്ട് നമുക്കതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വെളിയിലുള്ള തെർമോകോൾ ഷീറ്റും എല്ലാം എടുത്ത് മാറ്റി കളയാം. ഇനി അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച ചെറിയ പീസും കൂടെ എടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഉള്ള ഹോളും വരും. അത് കഴിഞ്ഞിട്ട് ചെറിയ കത്തിയോ മറ്റോ ഉപയോഗിച്ച് നല്ലവണ്ണം അതിൻ്റെ എൻഡ് ഭാഗമെല്ലാം കറക്റ്റ് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ചുരണ്ടി കളയുക. അത് കഴിഞ്ഞ് എംബതിൻ്റെ സാൻഡ് പേപ്പറും വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം അതിൻ്റെ എൻഡ് ഭാഗം അകത്തോട്ട് ചരിച്ച് നമുക്ക് മൊത്തത്തിലൊന്ന് പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ ചെയ്തെടുത്ത് ഒരു ശകലം ആ കഴുത്ത് ഭാഗം ഒന്ന് പൊട്ടിപ്പോയി. അതവിടെ നമുക്ക് ഒന്ന് ചുരണ്ടിയിട്ട് അതിനകത്തോട്ട് ചെറിയൊരു കമ്പി അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് വൈറ്റ് സിമെൻറ്റും കൂടെ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് സെറ്റായി കിട്ടും. അടുത്ത് അത് നല്ലവണ്ണം ഒന്ന് ഒട്ടിച്ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്തെ സൈഡ് നല്ലവണ്ണം സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വൈറ്റ് സിമെൻറ്റ് ഒരു മീഡിയം കട്ടി മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പുറത്തൊന്ന് തേച്ചിട്ട് അതിൻ്റെ അടി സൈഡിൽ വരുന്ന കനം കൂടുതൽ വരുന്ന ആ ഭാഗത്തോട്ട് മാത്രം പീസ് വെച്ചിട്ട് നമുക്ക് ഒരു 3/4 ഇഞ്ചിൻ്റെ ഷീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനെ ഒന്ന് വെട്ടി അതിൻ്റെ ഒരു കനം കിട്ടത്തക്ക രീതിയിൽ അടി സൈഡിൽ വെക്കുക. അതിൻ്റെ പുറത്ത് മൊത്തം വൈറ്റ് സിമെൻറ്റ് നമുക്ക് കോരി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ട് ഇനി അടുത്ത 2 സൈഡിലും നമുക്ക് കനം കൂട്ടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് വെളിയിൽ വരുന്ന ആ റൗണ്ട് ഭാഗങ്ങൾ നല്ലവണ്ണം ഉയർത്തിയും അകത്തോട്ട് ചരിച്ചുമാണ് വൈറ്റ് സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആദ്യം ഉണ്ടാക്കിയ ബേസ് ഭാഗത്തിൻ്റെ അതേ കനത്തിൽ തീരത്തക്ക രീതിയിൽ വെളിയിൽ നിന്ന് അകത്തോട്ട് ചരിച്ച് വേണം വൈറ്റ് സിമെൻറ്റ് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ തേച്ച് പിടിപ്പിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിയപ്പോൾ ഒരു ഭാഗം ഉണങ്ങി കാണും. ഇനി അതിനടുത്ത് തിരിച്ച് വെച്ചിട്ട് അപ്പുറത്തെ ഭാഗത്തും കൂടെ ചെറിയൊരു തെർമോകോളിൻ്റെ ഷീറ്റ് ആ കനം കൂടുതൽ വരുന്ന ഭാഗത്ത് വയ്ക്കുക. അവിടെയും അത് നല്ലവണ്ണം മറഞ്ഞു വരത്തക്ക രീതിയിൽ വൈറ്റ് സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ മറുപുറത്ത് ചെയ്ത അതേ കണക്ക് തന്നെയാണ് ഇപ്പുറത്തും നല്ല കനം കൂട്ടി തന്നെ ഒട്ടിച്ചെടുക്കുക. ആ കഴുത്ത് ഭാഗവും അതിൻ്റെ തലഭാഗവും ചുണ്ടുഭാഗം വിട്ടിട്ട് തലഭാഗം മുതൽ ബാക്കി എല്ലാ ഭാഗവും കനം കൂട്ടി തന്നെ തേച്ച് കുറേശ്ശെ തേച്ച് പിടിപ്പിക്കുക ഉണങ്ങുന്നതിനനുസരിച്ച്. എന്നിട്ട് വെളി സൈഡിൽ നിന്ന് അകത്തോട്ട് ചരിച്ച് വേണം തേച്ച് പിടിപ്പിക്കാൻ. വെളി സൈഡിലോട്ട് കനം കൂട്ടി വയ്ക്കണം. അപ്പോൾ അതെല്ലാം ഏകദേശം വീണ്ടും ഒരു 10 മണിക്കൂർ കഴിയുമ്പോൾ നല്ലോണം ഉണങ്ങി കാണും.
പിന്നെ അതിനെ നമുക്ക് വെള്ളവും സാൻഡ് പേപ്പറും കൂടെ 80-ൻ്റെ സാൻഡ് പേപ്പറും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പറും കൂടെ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് 80-ൻ്റെ സാൻഡ് പേപ്പറും വെള്ളവും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പേപ്പർ ചെയ്തെടുക്കാൻ പറ്റും. ആ തടുപ്പുകളെല്ലാം നല്ലവണ്ണം പേപ്പറിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ പേപ്പർ ചെയ്തെടുക്കാൻ പറ്റും. പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് അടുത്ത് നമുക്ക് അതിൽ കുറച്ച് ഡിസൈൻ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഓരോ റൗണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ആ റൗണ്ടിൻ്റെ കണക്കിന് അകത്തോട്ട് ചരിച്ച് ചെറിയ ഗ്രൂവുകളും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടി സൈഡിൽ ചെറിയൊരു ഗ്രൂവും കൂടെ ഇട്ട് കൊടുക്കണം. അതിന് മുനയുള്ള ആണിയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള മറ്റെന്തെങ്കിലും കൊണ്ട് ചെറിയതായിട്ട് ഒന്ന് ചുരണ്ടി നല്ലോണം ബ്ലേഡ് ഉപയോഗിച്ച് അത് കുറച്ച് അതിനെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് 80-ൻ്റെ സാൻഡ് പേപ്പർ തന്നെ നല്ലവണ്ണം മടക്കി പിടിച്ച് നല്ലവണ്ണം വെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം ഉരച്ച് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ ഗ്രൂ ഇടാൻ പറ്റും. എന്നിട്ട് ആ ഗ്രൂ നല്ലവണ്ണം ഇട്ട് കൊടുത്തിട്ട് അതിന് താഴോട്ട് വരുന്ന ഭാഗം ചരിച്ച് തന്നെ നമ്മൾ അടിയിലത്തെ പീസിൽ തീരത്തക്ക രീതിയിൽ അവിടെ ഒന്ന് ചരിച്ച് പേപ്പർ ഇട്ടും കൂടെ കൊടുക്കുക. അപ്പോൾ ഇതേ കണക്ക് ബാക്കി താഴോട്ട് വരുന്ന എല്ലാ പീസുകളും നല്ലവണ്ണം പേപ്പർ ഉപയോഗിച്ച് തന്നെ ആ ഗ്രൂ ഇട്ട് കൊടുത്ത് അടിയിലത്തെ പീസിൽ തന്നെ ചേർത്ത് പേപ്പറും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി ആ പേപ്പറെല്ലാം ചെയ്ത് തീർന്ന് ഇനി അടുത്ത് നമുക്ക് ആ ചുണ്ടിൻ്റെ ഭാഗം കൂടെ ചരിച്ച് ചുണ്ടിൻ്റെ ഭാഗം കറക്റ്റ് സെൻറ്റർ ഭാഗം അതേ കണക്ക് വെച്ചിട്ട് ബാക്കി 2 സൈഡിലോട്ടും ചരിച്ച് താഴോട്ട് ചരിച്ച് ചെറുതായിട്ട് ചുരണ്ടി പേപ്പറും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പേപ്പറെല്ലാം കഴിഞ്ഞ് ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പോയതിന് ശേഷം നമ്മൾ പേപ്പറിട്ട് എവിടെയെങ്കിലും ചെറിയ കുഴികളൊക്കെ കാണും, ഹോൾസൊക്കെ കാണും. അപ്പോൾ ആ ഹോൾസൊക്കെ നമുക്ക് വൈറ്റ് സിമൻറ്റ് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് അതിനെ ഒന്ന് നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. ഏകദേശം ഒരു ദിവസം നല്ല ഫുള്ളായിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് 220-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് ഇനി മൊത്തത്തിലൊന്ന് പേപ്പർ ചെയ്തെടുക്കാം. 220-ൻ്റെ പേപ്പർ ആകുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് പേപ്പർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത് ചെയ്യാനുള്ള കണ്ണിൻ്റെ ഭാഗം. അതിന് കണ്ണിൻ്റെ ഭാഗം നമുക്ക് ചെറിയ ആണി ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് നല്ല കുഴിച്ച് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ സി ഷേപ്പിൽ തന്നെ അവിടെയും കൂടെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആക്രിലിക്കിൻ്റെ കളറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആക്രിലിക്കിൻ്റെ ലൈറ്റ് ബ്ലൂ. അപ്പോൾ അത് ഒരു 1-2 കോട്ട് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെയിൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം അടുത്ത് ഇനി നമുക്ക് വേണ്ടത് സ്റ്റോൺ സീക്വൻസ് ആണ്. അപ്പോൾ അതും ഫെവിക്കോളും കൂടെ ഉപയോഗിച്ച് നമുക്ക് ആ ചെറിയ ഡിസൈൻ ചെയ്തേക്കണം അതിനകത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വേറെ പശയൊന്നും വേണ്ടി വരില്ല, ഫെവിക്കോൾ മാത്രം മതിയാകും. അപ്പോൾ ഫെവിക്കോളും സ്റ്റോൺ സീക്വൻസും കൂടെ അതിനകത്ത് എല്ലാ വരുന്ന ഇതളുകളിലും നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് അതെല്ലാം ഏകദേശം ഉണങ്ങിയിട്ട് ഒരു കോട്ട് ക്ലിയർ വാനിഷും കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.